ഇത് പറഞ്ഞിരുന്നത് ഇത് വിളിച്ചത് എടുത്തിട്ടുണ്ടല്ലോ അത് മതി. ഇത് പാർട്ടി എൽ സി സെക്രട്ടറി അല്ലേ? എടുക്കാൻ പാടില്ല. ആരും ഇനി വീഡിയോ ഓണാക്കരുത്. വീഡിയോ എല്ലാം എല്ലാരും കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി കൊടുക്കരുത്, ഇനി സംസാരിക്കില്ല. ഇത് ഒരു പാർട്ടിയുടെ തീരുമാനമാണ്, ഇത് സംസാരിക്കരുത്. കണ്ണനല്ലൂർ സ്റ്റേഷനിൽ മറ്റൊരു കേസിൻ്റെ മധ്യസ്ഥതയ്ക്കായി കൂടെ പോയ സമയത്ത് സ്റ്റേഷനിൽ നിന്നും മോശം അനുഭവമുണ്ടായി. തുടർന്ന് സിഐയോട് പരാതി പറഞ്ഞപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് പരാതി പറഞ്ഞ CPM നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു, അതായത് അനുഭവങ്ങളാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായിരുന്നു? അനുഭവങ്ങളാണ് ബോധ്യങ്ങളായി മാറുന്നത് എന്നൊരു ക്യാപ്ഷൻ ഇട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. കാരണം ഇന്നലെ തിരുവോണമായിരുന്നു. തിരുവോണ ദിവസം എൻ്റെ മക്കളുടെ കൂടെ എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് ഒരു പരാതിയായിട്ട് വന്ന് ഭർത്താവ് ഇങ്ങനെ മർദ്ദിക്കുന്നതായിട്ട്, അതുകൊണ്ട് കേസ് കൊടുത്തേ പറ്റൂ, എനിക്കെല്ലാം ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരം അറിയാലോ, ഞാൻ സ്ഥിരം അവിടെ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി. അന്ന് അവിടെ പോലീസുകാരുടെ ഓണാഘോഷം നടക്കുന്ന സമയം. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അവിടുത്തെ SI എല്ലാവരും ഉണ്ട്. SI കണ്ട് കാര്യം പറഞ്ഞു, അകത്ത് കയറി ഇത് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ പോരുന്നു. അവർ പോവുകയും ചെയ്തു. പിറ്റേന്ന് 3-ാം തീയതി 10 മണിക്ക് വരെ വിളിപ്പിച്ചായിരുന്നു. വിളിപ്പിച്ച് ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. പിറ്റേന്ന് വിളിപ്പിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വിളിപ്പിച്ചു. ഈ പറയുന്ന 3-ാം തീയതി ഈ കൊച്ചിൻ്റെ അടുത്ത്, ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഈ SI ജിബി വളരെ മോശപ്പെട്ട രീതിയിൽ എടി പൊടി ഒരു സ്ത്രീയോട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ നിനക്ക് അവിടെ നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ തീർത്തോണം. അത് ഇവിടെ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ ഭാഗമല്ല. രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്തിനാ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വരുന്നത്? അവരെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യൂ. നിനക്ക് ചിലവിന് പൈസ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ പാർട്ടിക്കാരുടെ അടുത്ത് പറ എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ കൊച്ചിനെ വെളിയിലിറങ്ങിയപ്പം അവിടെ ചിത്ര എന്ന് പറയുന്ന ഒരു പോലീസുകാരി ഇപ്പോൾ അകത്തെ സംഭാഷണമെല്ലാം ഇവർ കേട്ട് കാണും. ഇറങ്ങി വന്ന ഉടനെ ഈ ചിത്ര എന്ന് പറയുന്ന പോലീസുകാരി ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നതാ, ഈ സജി എന്ന് പറയുന്നവൻ ആരാ? അവനെ എന്തുവാ, പിണറായിയുടെ മുകളിലാണോ? അവനെന്തുവാ അതിൻ്റെ അവനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അവനെ അതുകൊണ്ട് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വരരുത്. ഈ കാര്യം പറഞ്ഞ് ഞാൻ അറിയുന്നില്ല. 3-ാം തീയതി ആണ് നടക്കുന്നത്. 4-ാം തീയതി രാവിലെ എൻ്റെ സുഹൃത്ത് ഇത് പറയുന്നു, എന്തോ സജീവെ നിന്നെപ്പറ്റി സ്റ്റേഷനിൽ എന്തോ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തോ പറഞ്ഞാന്ന്. അത് ഇതുകൊണ്ട് നീ പിണറായിയുടെ മുകളിലാണോ എന്നും കണ്ട് പോലീസുകാർ ചോദിച്ചു. ഇനി സ്റ്റേഷനായിട്ട് നല്ല ബന്ധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പോയി ചോദിക്കാമല്ലോ, എന്തോ സംഭവം എന്ന് ചോദിക്കാമല്ലോ. ഞാൻ സ്റ്റേഷനിൽ 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ ചെല്ലുന്നു, CA കാണുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു. മറ്റേതൊന്നും അറിയത്തില്ല. ഈ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ, എന്തോ സാറേ എന്നെപ്പറ്റി ഇതുകൊണ്ട് 3-ാം തീയതി ഇവിടുത്തെ പോലീസുകാർ എന്നെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് എന്തോ പറഞ്ഞു. ആരാണ് ഉള്ളത് പറയണം. എനിക്ക് വേറെ ആർക്കെടുത്താൽ ഞാൻ പറയുന്നത്, ഇവിടുത്തെ മൊത്തത്തിലുള്ള ഉദ്യോഗസ്ഥ സാറ് അതിൻ്റെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു തീർന്നു. ഇദ്ദേഹം റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. ഞാൻ തന്നെ റൂമിൽ ഇരിപ്പുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ പേരെടുത്ത് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിളിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞിരുന്നത് ഇത് വിളിച്ചത് എടുത്തിട്ടുണ്ടല്ലോ അത് മതി. ഇത് പാർട്ടി എൽ സി സെക്രട്ടറി അല്ലേ?
മതി വാ ഇതിപ്പോ എടുക്കാൻ പാടില്ല വേണ്ട മതി എടുക്കരുത് ആരും ഇനി വീഡിയോ ഓണാക്കരുത് വീഡിയോ എല്ലാം കൊണ്ട് മതി വാ ഇപ്പം കാണിക്കരുത് എല്ലാവരും കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാ മതി 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 ഇല്ലില്ല ഇനി കൊടുക്കരുത് ഇനി സംസാരിക്കില്ല ഇത് ഒരു പാർട്ടിയുടെ തീരുമാനമാണ് ഇത് സംസാരിക്കരുത് ശരിയല്ല